പല റിപ്പോർട്ടുകളും വരുന്നത് മിഡിൽ ഈസ്റ്റിലെ ഇന്ന് നടക്കുന്ന കോൺഫ്ലിക്റ്റും സംഘർഷവും എല്ലാം അമേരിക്ക പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയാണ്. ഹൂത്തികൾക്കെതിരെയുള്ള നീക്കം അതിശക്തമാണ്. അതായത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓഷ്യൻ, അവിടെ മുഴുവനും അമേരിക്കൻ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ മുഴുവനും ക്യാമ്പ് ചെയ്തേക്കുക. അന്തർവാഹിനികൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എക്യുപ്മെന്റ്സ് എല്ലാം ആക്ടിവേറ്റഡ് ആയി. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഔദ്യോഗികമല്ല അനൗദ്യോഗികമായിട്ട് പല റിപ്പോർട്ടുകൾ വരുന്നു, ട്വിറ്ററിൽ വരുന്നു, മറ്റ് പല പത്രങ്ങൾ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ പോരാട്ടം അതുപോലും അമേരിക്ക ഏറ്റെടുക്കുകയാണ് പൂർണ്ണമായിട്ട്. അപ്പോൾ അറ്റാക്ക് നടക്കുന്നു, പക്ഷെ അമേരിക്കയുടെ ഭാഗം, അമേരിക്ക ഇത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അത് അമേരിക്ക പൂർണ്ണമായിട്ട് എൻ്റർ ചെയ്യുക, അത് മാറി നിന്ന് സപ്പോർട്ട് ഇങ്ങനെ പരിപാടിയൊന്നുമല്ല, അവർ ഡയറക്റ്റ് ഇൻവോൾവ് ആവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് യമൻ മുഴുവനും ഇവർ വളഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇറാന് ചുറ്റും, മിഡിൽ ഈസ്റ്റിന് ചുറ്റും അമേരിക്കൻ അതായത് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും മുഴുവനും, ഡിസ്ട്രോയേഴ്സ് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ഇത് ആംബുഷ് ചെയ്യുന്നത് പോലെ അങ്ങ് ചുറ്റിയിരിക്കുകയാണ്. ഇത് വാർ മോണിറ്ററാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സൗദിക്കും ഈജിപ്തിനും UAE-ക്കും കൊടുത്ത ഉറപ്പുണ്ട്, ഒരു കാരണവശാലും ഷിയ ഗ്രൂപ്പ്, ഈ പറയുന്ന ഇറാനാണെങ്കിൽ ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ, ഹമാസ്, ഹൂത്തി, പിന്നെ മറ്റു പലരും, ഇവരെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അവരോടൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒറ്റ പ്രതിഫലം എന്ന് പറയുന്ന ഗാസ ഒഴിപ്പിക്കും, ഇസ്രായേലിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് കോമ്പൻസേറ്റ്. ഈ രാജ്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊടുക്കും. ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസും അതിൻ്റെ കേപ്പബിലിറ്റിയും പൂജ്യത്തിലോട്ട് കൊണ്ടുവരും, അതായത് തകർത്ത് നാശമാക്കി കളയും. അപ്പം നമ്മൾ ഈ പറയുന്ന ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇറാന്റെ ഷിയ ഭരണകൂടത്തിന് അവിടെ തുടരാൻ പറ്റും. ചിലപ്പം ഈ അലി ഖമൈനി താമസിക്കുന്നിടത്ത് അതിൻ്റെ മുകളിൽ പോലും ബോംബ് വരും. കാരണം അൺസർട്ടനിറ്റി ഇപ്പം ഇറാനിൽ തന്നെ ഭയങ്കര പ്രശ്നമായി മാറി. കാരണം അനാവശ്യമായിട്ടൊരു വാർ ഇൻവൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഈ മസൂദ് പെഷഷ്ഖാൻ, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ തന്നെ വലിയ പ്രശ്നമായി. ഇപ്പം ഇറാന്റെ അതിനെ ഉദ്ധരിച്ച് പല മിഡിൽ ഈസ്റ്റും ലെബനീസ് പത്രവും സിറിയൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇറാൻ്റെ അകത്ത് പ്രശ്നമാണ്, അവിടെ പട്ടാളത്തിൽ പ്രശ്നമായി. കാരണം അമേരിക്ക ആ രീതിയിൽ കയറി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറാന്റെ പട്ടാളം എന്നേക്കുമായിട്ട് തീർന്നു പോകും. ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ് എന്ന് പറഞ്ഞ സംഭവം തീർന്നു. അതുപോലെ ഇറാന്റെ കംപ്ലീറ്റ് കേപ്പബിലിറ്റി പൂർണ്ണമായിട്ട് അങ്ങ് നശിപ്പിക്കും. അതായത് പുതിയ ഇറാനെ ഉണ്ടാക്കിയെടുക്കും. ഇതെത്രമാത്രം പ്രായോഗികമായിട്ട് ശരിയാകും അല്ലെങ്കിൽ വരാനുള്ള ദിവസങ്ങളൊന്നും പറയാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം സറ്റനായിട്ട് പറയാം, തീർത്തും പറയാം, ഹൂത്തിയെ തകർക്കും. ഈ ഇസ്ബുള്ളയെ തകർത്ത പോലെ തന്നെ ഹൂത്തികളെ തകർക്കും പൂർണ്ണമായിട്ട്. നിങ്ങൾ മനസ്സിലാക്കുക, 7ഓളം വർഷമാണ് സൗദി അറേബ്യയും UAE ഹൂത്തികളുമായിട്ട് ഗ്രൗണ്ടിൽ ഫോഴ്സ്. കാരണം സൗദിക്കും ഈ UAE-ക്കും ശരിക്കും നാശമുണ്ടായി. അവർക്ക് ഈ പറയുന്ന പോലെ വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം ഒരു സൈഡിൽ കൂടെ ഇറാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഹൂത്തികൾ സൗദിയിലും UAE-ലും വെപ്പൺസും മിസൈലും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ രണ്ട് രാജ്യങ്ങളും വികസിത രാജ്യമാണ് അവിടെ. കാരണം അമേരിക്കൻ സപ്പോർട്ട്, അമേരിക്കൻ അലയൻസ് പാർട്ട്നേഴ്സാണ്. ഇപ്പം ഇവരുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഡിമാൻഡായിരുന്നു ഷിയ മിലിറ്റൻസിയും, അതായത് ഹൂത്തികൾ, ഇറാൻ. കാരണം ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ആണ്, അതിനൊന്നും പോകാനില്ല. പക്ഷേ ഈ രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത രാജ്യങ്ങളാണ്, വളരെയധികം പേര് എൻഗേജ്ഡാണ്. ഈ രാജ്യം പ്രോസ്പർ ചെയ്യുന്ന രാജ്യമാണ്. അപ്പം അവരുടെ ഒരു ഭയം, പൊളിറ്റിക്കൽ, അവിടുത്തെ ഭരിക്കുന്നവരുടെ ഭയം, അതിന് അമേരിക്ക ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും ഷിയയുടെ ഒരു പ്രശ്നം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാത്ത രീതി തകർത്ത് തരാം. പക്ഷെ അവർ ഒറ്റ ഡിമാൻഡോട് ജിയോ പൊളിറ്റിക്സ്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് എല്ലാവരും, അതായത് അബ്രഹാം അക്കോർഡാണെങ്കിലും മറ്റെന്താണെങ്കിലും അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കണം. അതിന് ഈ രാജ്യങ്ങൾ തയ്യാറാണ്. ഏകദേശം 1 മാസത്തെ ടൈമാണ് അമേരിക്ക ചോദിച്ചിരിക്കുന്നത് ഇവരെ തകർത്ത് കൊടുക്കുക. അതായത് അമേരിക്ക നേരിട്ട് ഇടപെടുകയാണ്. അവരുടെ വെപ്പൺസും ടെക്നോളജിയും സംഭവങ്ങളൊക്കെ വെച്ച്, അതായത് ഈ ഹൂത്തികൾ അവിടെയൊക്കെ ഉണ്ട്,
അവിടെ മുഴുവനും തകർക്കാൻ പോവുകയാണ്. അതായത് തീ മഴ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒത്തിരി പേര് കൊല്ലപ്പെടും. കാരണം ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ആൾക്കാർ അതിൻ്റെ അകത്ത് മിലിറ്റൻ്റ് ആയിട്ട് എൻഗേജ്ഡ് ആണ്. ഇതൊക്കെ ഈജിപ്തിൻ്റെയും കൂടെ ആവശ്യമാണ്. കാരണം ഈജിപ്തിൻ്റെ സാമ്പത്തിക വെടിതീർക്കുമ്പോൾ ഇപ്പം ഇതിനൊക്കെ ഒരു പാക്കേജാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതൊക്കെ ചെയ്തു തരും, പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞ കാര്യത്തെ നിങ്ങൾ തുടരരുത്. അവരുമായിട്ട് എല്ലാവരും ലോഹ്യത്തിൽ പോകണം. അവരെ നിങ്ങൾ അംഗീകരിക്കുക. അവരാണ് സൂപ്പർ പവർ. ഈ രാജ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം മിലിറ്ററി പവർ, മൈറ്റി മിലിറ്ററി പവർ ഇസ്രായേലിൻ്റെ കയ്യിൽ. അപ്പം ഈ ഒരൊറ്റ ഗെയിമോട് കൂടി നമുക്ക് ഏകദേശം മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ കാര്യത്തിലൊരു തീരുമാനമാകും. അതിനുശേഷം ഇസ്രായേലായിരിക്കും ആ രാജ്യങ്ങളുടെ ഏറ്റവും, അതായത് ആ രാജ്യങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, അവിടുത്തെ അമേരിക്ക പോലെ ഇസ്രായേൽ സൂപ്പർ പവറായി മാറും. അതായത് വീണ്ടും കേരളത്തിലെ ഹമാസിൻ്റെ ആരാധകരും ഹൂത്തികളുടെ ആരാധകരും അവരോടൊക്കെ പറയുകയാണ്, ഇത് അറേബ്യൻ രാജ്യങ്ങളുടെ ആവശ്യമാണ് അമേരിക്ക നിറവേറ്റി കൊടുക്കുന്നത്. കാരണം അവർക്ക് ഈ പറയുന്ന മിലിറ്റൻ്റ് ഓർഗനൈസേഷനെ കൊണ്ട് വല്ലാതെ വയ്യ. അവർക്കിപ്പോൾ ഹമാസ് പാലസ്തീനൊന്നും ഇഷ്യൂ അല്ല. അവനെ എടുത്ത് കളയുകയോ കടലിലെറിയുകയോ അവനെ കൊല്ലുകയോ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്കത് കൺസേൺഡേ അല്ല. ഞങ്ങളിങ്ങനെ പബ്ലിക്കിൽ പറയുന്നത് പുറത്ത് നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ. ഈ സിമ്പിളാണ് ഇതിൻ്റെ ബാക്ക് ഡോർ ടോക്സിൻ്റെ ഒക്കെ റിസൾട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ലെബനീസ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അറബ് രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ 2 വർഷം പൂർണ്ണമായിട്ടങ്ങ് മാറി. കാരണം അവരും അനുഭവിക്കുകയാണ്. കാരണം ഹൂത്തികളെ കൊണ്ട് ഈ അറബ് രാജ്യങ്ങൾ മുഴുവൻ അനുഭവിച്ചു. അവൻ്റെ ഇവരുടെയൊക്കെ സീ റൂട്ട് എന്ന് പറയുന്ന ഏതാ? സൂയസ് കനാല. അത് അവിടെ അവരുടെ എക്കോണമി പോലും തകർന്നു പോയി. അവർക്ക് അൾട്ടിമേറ്റ്ലി പീസ് വേണം, അവർക്ക് പ്രോസ്പർ ചെയ്യണം, അവരുടെ എക്കോണമി വരണം. ഈ ഹൂത്തികളെ കൊണ്ട് ഷിയയെ കൊണ്ടുള്ള ശല്യം എന്നേക്കുമായി മാറ്റിക്കൊടുക്കണം. അതിന് അമേരിക്ക തയ്യാറായി. സിമ്പിൾ ലോജിക്കാണ്. ഈ രാജ്യങ്ങളെല്ലാം അമേരിക്ക പറയുന്നത് കേൾക്കും, ഇസ്രായേലിന് പുറകെ നിൽക്കും. ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിക അറബ് സ്നേഹവും കുന്തം പാടം കുറച്ചക്കറയൊന്നുമില്ല. എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ എക്കോണമി, അവരുടെ സെക്യൂരിറ്റിയും ആ രാജ്യത്തിൻ്റെ പ്രോസ്പർ ചെയ്യുന്നത് മാത്രമാണ് കൺസെപ്റ്റ്. അത് പഴയുള്ള മതസ്നേഹവും ആ സ്നേഹം ഈ സ്നേഹവും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തു പോയി. അത് ട്രംപിനെ നമ്മൾ ആ കാര്യത്തിൽ അംഗീകരിച്ചു കൊടുക്കണം. അയാൾ പറഞ്ഞു, ഇത് ചെയ്യും, ഇതൊക്കെ ചെയ്യും, നീ എൻ്റെ കൂടെ നിൽക്കും, ഞാൻ ഇവനെ തുളച്ച് കൈത്തരാം. സിമ്പിൾ ലോജിക്കാണ്. എല്ലാവരും കൂടെ അമേരിക്കയുടെ പുറകിൽ. ഇസ്രായേൽ അവിടെ സൂപ്പർ ഡൂപ്പർ പവറായിട്ട് മാറി. ഏതായാലും ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ഒക്ടോബർ 8 ഹമാസ് എന്ന് പറഞ്ഞ പൊട്ടന്മാർ അവസാനം അത് മാത്രമല്ല, ഇസ്ലാമിക ലോകത്ത് തന്നെ പല രാജ്യങ്ങളും ഇല്ലാതായി. സോ അമേസിങ്. ഇസ്രായേൽ വലിയ രാജ്യമായി മാറി. നോക്കുക എവിടുന്ന് എങ്ങോട്ട് പോയി. എവിടെ പോയി? ഉറുദുഖാൻ അയാളുടെ വെടി തീർന്നു, അയാൾ മൂലയ്ക്ക് പോയി. ആരുമില്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ. ഈ ഗതികേടിലാക്കിയതിൻ്റെ പ്രധാന കാര്യം മണ്ടത്തരവും പൊട്ടത്തരവും. ഇതാണ് വീണ്ടും പഠിക്കേണ്ടത് കേരളത്തിലെ സുഡാപ്പികൾ. നിങ്ങൾ ഈ കാണിക്കുന്ന മുഴുവനും മണ്ടത്തരവും പൊട്ടത്തരവും വങ്കത്തരവുമാണ്. നശിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേൽ ഹമാസ് വാർ. ഫർദറായിട്ടുള്ള ഓരോ ഡെവലപ്മെൻറ്റ് എവിടുന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു, സമ്പൂജ്യമായിട്ട് മാറി. ഈ പോരാളികളെല്ലാം കൂടെ എവിടെ പോയത് ആർക്കറിയാം. ഏതായാലും ഹൂത്തികൾക്കല്ല ഈ ഹൂറികൾക്ക് നല്ല പണിയായി. അതാണ് ആകെ ഉണ്ടാക്കി കൊടുത്ത് ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും
ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.